الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസം നിന്റെ ഹദ്റത്തിലെത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ഗുണമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈമാനും തഖ്വയും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ യമീനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് നാം പറഞ്ഞുകൊണ്ടുവരുന്നത്. അള്ളാഹു ആ അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിലെങ്കിലും പെടുത്തി സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ പറഞ്ഞു അസ്ഹാബുൽ യമീന് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആ സ്വർഗത്തിൽ നീണ്ടു നിൽക്കുന്ന തണലുകൾ അവിടെയുണ്ട്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു സൂര്യന്റെ വെളിച്ചം വരുമ്പോൾ ദുനിയാവിലുണ്ടാവും ആ തണൽ നീങ്ങിപ്പോകും, ചൂട് വരും. ആഖിറത്തിൽ സൂര്യന്റെ വെളിച്ചന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നീണ്ടു നിൽക്കുന്ന തണൽ അത് എങ്ങനെ കോലമാക്കുന്നു? സ്വർഗത്തിൽ എത്തിയാൽ നമുക്ക് കോലമാക്കാം. ഏതായാലും നീണ്ടു നിൽക്കുന്ന തണലുകൾ അവിടെയുണ്ട്, സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ അത് കണ്ട തണലിന്റെ സുഖം അനുഭവിച്ച് നമുക്ക് എന്താക്കാം? സുഖം പടയാമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഫാക്കിഹത്തിൻ കസീറ لا مقطوعة وماء مسكوب وظل ممدود وماء مسكوب. ആ സ്വർഗത്തിൽ കുത്തിച്ചൊരിയുന്ന മഴകളുണ്ട്, തണ്ണികളുണ്ട്. ആ സ്വർഗലോകത്തിന് കുത്തിച്ചൊരിയുന്ന തണ്ണികൾ നമുക്കവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഖുർആന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അവിടെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് പുഴ ഒലിച്ചു പോകുന്നുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞത്. അവൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത്, ഏത് നിലക്കാണ് തണ്ണി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് മേൽഭാഗത്ത് അല്ലാഹു തആല വെള്ളം ചൊരിച്ചു കൊടുക്കും. അല്ലേ? വളരെ തണ്ണി പോണ്ടതിനെക്കാളും കാണുന്ന രസം എന്തിന്? മേൽഭാഗത്ത് ഇങ്ങനെ തണ്ണി പൂണ്ടത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് മേൽ എത്രത്ത് തണ്ണി ഇങ്ങനെ പൂണ്ടത് കാണുമ്പോൾ മനസ്സ് ഒരു ഭാര്യ ഒരു കുസി, ഭാര്യ ഒരു സന്തോഷം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സ്വർഗത്തിൽ കടന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇപ്പൊ വെള്ളം വേണമെന്ന് മനസ്സ് ഉദ്ദേശിച്ചാൽ മേൽഭാഗത്ത് അവനക്ക് വെള്ളം റെഡിയാണ്. അത് ഏത് നിലക്കായിരിക്കും? ചിലപ്പോൾ പൈപ്പ് ലൈൻ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് ഏത് കോലത്തിൽ എങ്ങനെ വേണം ആ സമയത്ത് അല്ലാഹു തആല മേൽഭാഗത്തിൽ കൂടി വെള്ളം അവനക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ സംവിധാനം സ്വർഗത്തിൽ ഉണ്ട്. നദികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞു സ്വർഗത്തിൽ. അതിന്റെ താഴ്ഭാഗത്ത് ഒലിച്ചു പോകുന്ന ആറുകളുണ്ട്, നദികളുണ്ട്. അതല്ല പറഞ്ഞത്. മേൽഭാഗത്ത് അല്ലാഹു തആല അവനക്ക് എന്താക്കും? അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹു വെള്ളം അവനക്ക് എത്തിച്ചു കൊടുക്കും. ആ സ്വർഗത്ത് ഒരുപാട് പഴങ്ങളുണ്ട്. പഴങ്ങളുണ്ട് എന്നല്ല പറഞ്ഞു, ഫാക്കിഹത്തിൻ കസീറ. ഏത് പഴമാണ് അവനക്ക് വേണ്ടത് അത് ഇഷ്ടം പോലെ അവനക്ക് അവിടെ തിന്ന് എന്താക്കാം? അവനക്ക് തിന്നാം. ഏത് ജിൻസിൽപ്പെട്ടത്, ഏത് ഇനത്തിൽപ്പെട്ടത്, ആ പഴങ്ങൾ അവിടെ അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ എത്തിച്ചു കൊടുക്കും. ഒരു പഴത്തിന് ടേസ്റ്റ് അല്ല പിന്നൊരു പഴത്തിനുള്ളത്. കാണാൻ ചിലപ്പോൾ ഒരേപോലെ ഉണ്ടാകും, തിന്നു നോക്കുമ്പോൾ നേരത്തെ തിന്ന പഴത്തിന് ടേസ്റ്റ് അല്ല, ഇതിനെക്കുള്ളിൽ വേറെ തന്നെയാണ്. ഒരിക്കലും മുറിഞ്ഞു പോകാത്തത്. ചിലപ്പോ ദുനിയാവിലാണെങ്കിൽ സീസൺ ടൈമിൽ മാത്രമായിരിക്കും മാങ്ങ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ചുക്ക് നമുക്ക് കിട്ടുന്നത്. സ്വർഗത്തിൽ അങ്ങനെയല്ല. ഒരു വക്തിനും ഒരു സമയത്തും മുറിഞ്ഞു പോകാത്ത പഴങ്ങള്,
വലാ മംനൂആ, ബലങ്ങപ്പെടാത്ത പഴങ്ങള്. ചിലപ്പോൾ ദുനിയാവിൽ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പഴം നമുക്ക് കിട്ടണമെന്നില്ല, വിലയാറ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് വിട്ട് വേറെ എന്തെങ്കിലും പഴം എടുത്തു വരും. ദുനിയാ സ്വർഗത്തിൽ അങ്ങനെയല്ല. വലാ മംനൂആ, ഒരാളും തടയുന്നവരില്ല. ഏത് പഴം നിനക്ക് വേണമെങ്കിൽ തിന്നാനുള്ള അധികാരം നിനക്ക് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ദുനിയാവില് വലിയ കൃഷി ഉണ്ടാക്കി പഴങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുതലാളിമാർ വില കൂടാൻ വേണ്ടിയിട്ട് സ്റ്റോക്കാക്കി വെക്കും. ഇപ്പൊ വിൽക്കുന്ന വേണ്ട, റമളാനിൽ വന്നാൽ നല്ല വില കിട്ടും. അങ്ങനെ സ്വർഗത്തിനില്ല, ഒരാളും വിലങ്ങാനില്ല. ഏത് പഴം വേണമെങ്കിലും അല്ലാഹു തആല നിങ്ങൾക്ക് എന്താക്കും? സ്വർഗത്തിൽ തരും. ഇന്ന റജുല ഇദാ നദഅ സമറതൻ മിനൽ ജന്ന, സ്വർഗത്തിൽ ഒരു പഴം ഒരാൾ തിന്നു കഴിഞ്ഞാൽ ആദത്ത് മക്കാനഹാ ഉഖ്റാ, മറ്റൊരു പഴം അവിടെ റെഡിയാകും. ഞങ്ങളുടെ മാങ്ങന്റെ മരത്തിൽ ഒരു മാങ്ങ പറിച്ചെങ്കിൽ എടുത്തെങ്കിൽ അത് തീർന്നവിടെ, പിന്നെ അതിന്റെ സ്ഥലത്തേക്ക് വേറെ വരാനില്ല. സ്വർഗത്തിൽ അങ്ങനല്ല. മുത്തുനബി പറയുന്നത് ഇന്ന റജുല ഇദാ നദഅ സമറതൻ മിനൽ ജന്ന, സ്വർഗത്തിൽ ഒരു പഴം ഒരാൾ പറിച്ചെടുത്താൽ, കുഞ്ഞെടുത്താൽ ആദത്ത് മക്കാനഹാ ഉഖ്റാ, മറ്റൊരു പഴം അല്ലാഹു റെഡിയാക്കി കഴിഞ്ഞു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅ്കുലു അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുമാര് സ്വർഗത്തിന്റെ ഭക്ഷണം കഴിക്കും, സ്വർഗത്തിന്റെ ഫ്രൂട്ട്സുകൾ തിന്നവർ ജീവിക്കും. അപ്പോൾ അതാ ജാഅ ഉനാസും മിനൽ യഹൂദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഹൂദികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുമാർ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നാറ്, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നാറ്. ഫഖാലു, അങ്ങ് കേട്ടാറ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, അഫിൽ ജന്നത്തി ഫാക്കിഹ, നിങ്ങ പറയുന്ന സ്വർഗത്തിലെ ഫ്രൂട്ട്സുകൾ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ഫ്രൂട്ട്സുകൾ ഉണ്ട് എന്ന്. എന്നും കൂടെ അവർ ചോദിക്കുന്നു, അഫിൽ ജന്ന ഫാക്കിഹ, സ്വർഗത്തിൽ പഴങ്ങളുണ്ടോ മുഹമ്മദ് നബിയെ? ഖാല, മുത്തുനബി പറഞ്ഞു, ഫീഹാ ഫാക്കിഹത്തുൻ വനഖുലും വറുമ്മാൻ, പഴങ്ങൾ മാത്രമല്ല ചെറിയ പഴങ്ങളുമുണ്ട്, വലിയ പഴങ്ങളുമുണ്ട്. നഖ്ലുൻ, മുന്തിരിയുണ്ട്, ഈത്തപ്പഴമുണ്ട്, വറുമ്മാനുൻ, വലിയ വലിയ റുമ്മാനുമുണ്ട്. ഖാലു, ആ യഹൂദികൾ ചോദിച്ചു, അഫയഅ്കുലൂന കമാ യഅ്കുലൂന ഫിദ്ദുനിയാ, ദുനിയാവിൽ ഈത്തപ്പഴം തിന്നും പോലെ, ദുനിയാവിൽ റുമ്മാൻ പഴം തിന്നും പോലെ സ്വർഗത്തിലും അവർ ആ പഴങ്ങൾ തിന്നുമോ എന്ന് മുത്തുനബിയോട് യഹൂദികൾ ചോദിച്ചപ്പോൾ ഖാല, മുത്തുനബി പറഞ്ഞു, നഅം, അതെ, ദുനിയാവിലെ പോലെ കുറച്ചൊന്നുമല്ല, വഅല്ലാഹു അതിൽ ഇറക്കി അവർ തിന്നും. അപ്പൊ പിന്നെ ഒരു ചോദ്യം, അല്ല നബിയെ, തിന്നെങ്കിൽ അവർക്ക് ടോയ്ലറ്റിലേക്ക് പോവണ്ടേ? തിന്നാൽ പിന്നെ പുറത്തു കൊണ്ട് പറഞ്ഞേ ടോയ്ലറ്റിൽ പോവണ്ടേ? ആവശ്യം വീടണ്ടേ? അല, മുത്തുനബി പറഞ്ഞില്ല, സ്വർഗം ടോയ്ലറ്റ് അല്ല. സ്വർഗത്തിന് ഏത് ഭക്ഷണം തിന്നാലും അത് ടോയ്ലറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവന്റെ ശരീരത്തിന് ഒരു വേർപ്പ് വരും, അത് കസ്തൂരിനേക്കാളും മിസ്കിനേക്കാളും മണമുള്ളതാണത്. സ്വർഗത്തിൽ ടോയ്ലറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ എല്ലാ വെടക്കിനെ അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതാണ് യഹൂദികളോട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനമാ നഹ്നു ഫീ സ്വലാത്തിൽ ളുഹ്രി, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ളുഹ്ർ നിസ്കരിക്കുകയാണ്. ഞങ്ങൾ ഒരു ദിവസം മുത്തുനബിന്റെ കൂടെ ളുഹ്ർ നിസ്കരിക്കുകയാണ്. തങ്ങൾ ഇമാമാണ്, മുത്തുനബി ഇമാമാണ്, സ്വഹാബികളാണ്, ഞങ്ങൾ മഅ്മൂമീങ്ങളാണ്. ഇത് തഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി കുറച്ച് മുന്നോട്ട് പോയിട്ട്, മുത്തുനബി ഇമാമായി നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് തെല്ല് മുന്നോട്ട് മുത്തുനബി പോയിട്ട്, മുത്തുനബി പോയാൽ അങ്ങനെ തന്നെയല്ലേ സ്വഹാബാക്കൾ, തഖദ്ദംന, ഞങ്ങളും മുന്നോട്ട് പോയാ. മുത്തുനബി 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയപ്പോ മഅ്മൂമീങ്ങളാൽ ഞങ്ങളും 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാ.
ثم تناول شيئا ليأخذه ثم تأخر. മുത്തുനബി എന്തോ ഒരു സാമാന് പിടിക്കുകയാണായിട്ട്, എന്തോ ഒരു സാധനം എടുക്കുകയാണായിട്ട് മുത്തുനബി കൈയൊന്ന് നീട്ടിട്ട് എന്തോ ഒരു സാമാനം പിടിക്കുകയാണായിട്ട് മുത്തുനബി എന്താക്കി സംസ്കാരത്തിൽ തന്നെ കൈ തെള്ളിങ്ങനെ ആക്കിയിട്ട് പിന്നെ റസൂലുള്ള വാപ്പാസ് അതേപോലെ പെറുവന്ത് വാപ്പാസ് തിരിച്ചു വന്നു. നിസ്കാരം എല്ലാം കഴിഞ്ഞു. ആ നിസ്കാരം സലാം വീട്ടി ദുആ കഴിഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിരുന്നപ്പോൾ فلما قضي الصلاة قال له أبي بن كعب رضي الله عنه ചോദിച്ചു يا رسول الله صنعت اليوم في الصلاة شيئا ما رأيناك كنت تصنعه. മുത്തുനബിയെ, ഇതുവരേക്കും കാണാത്ത ഒരു രംഗമല്ലേ ഞങ്ങൾ കണ്ടത്. ഇതുവരേക്കും ഒരു നിസ്കാരത്തിലും മുത്തുനബി മുന്നോട്ട് പോയതായിട്ട് ഇപ്പാക്കിയത് പോലെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. മുത്തുനബി നിങ്ങൾ മുന്നോട്ട് പോയാറ് എന്തോ ഒരു സാമാൻ എടുക്കുകയാണായിട്ട് കൈ ഉത്താക്കിയാറ്, കൈ നീട്ടി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന് അല്ലാഹു തആല കാണിച്ചു തന്നു. എനിക്ക് ആ സ്വർഗത്തിനെ കാണിച്ചു തന്നു. സ്വർഗത്തിന് ഏതെങ്കിലും ഒരു മൂലന കാട്ടിയതല്ല. ആ സ്വർഗത്തിന്റെ തിളക്കം, ആ സ്വർഗത്തിന്റെ പ്രകാശം, ആ സ്വർഗത്തിലുള്ള ആനുകൂല്യങ്ങൾ, ആ സ്വർഗത്തിന്റെ നിഅമത്തുകൾ സുബ്ഹാനല്ലാഹ് എനിക്ക് അല്ലാഹു തആല കാണിച്ചു തന്നു. നോക്കുമ്പോൾ കുറെ പഴങ്ങളുണ്ട് അവിടെ, കുറെ പഴങ്ങളുണ്ട്. ആ ഒരു പഴം ഒന്ന് എടുക്കാൻ വേണ്ടി അതാ ഒരു മുന്തിരിങ്ങന്റെ ഒരു കൊല ഒന്ന് കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈനീട്ടിയപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ ഒരു മറ വീണ് പോയി. ഞാൻ പിടിച്ചെടുക്കാൻ വേണ്ടി, ആ ഫ്രൂട്ട്സ് ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതാ കൈനീട്ടിയപ്പോൾ എന്റെയും ആ ഫ്രൂട്ട്സിന്റെയും ആ സ്വർഗത്തിന്റെ ഇടയിൽ ഒരു കട്ട വീണു, ഒരു മറ വീണു. എന്തിനാണ് ഞാൻ പിടിച്ചെടുത്തത്? നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഓഹരി വെച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ അതാ കൈനീട്ടിയപ്പോൾ അതാ എന്റെയും ആ സ്വർഗത്തിന്റെയും ഇടയിൽ മറ വീണ് പോയി. പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ ഒരു കൊല മുന്തിരിയോ എന്തുമാവട്ടെ ആ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിരുന്നെങ്കിൽ അതാ ദുനിയാവിന്റെയും ആകാശത്തിന്റെയും ഇടയിലുള്ള എല്ലാവർക്കും അത് മതിയാകുമായിരുന്നു, അത് കുറയൂലായിരുന്നു. എന്തൊരു ഹദീസ്! ഹബീബായ മുത്തുനബി പറഞ്ഞു, ആ സ്വർഗം കണ്ടപ്പോൾ എനിക്ക് ഫ്രൂട്ട്സുകൾ കാണാൻ കഴിഞ്ഞു. ആ ഫ്രൂട്ട്സ് ഒന്ന് വാങ്ങാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അല്ലാഹു തആല ദുനിയാവിൽ വേണ്ട, അത് സ്വർഗത്തിൽ തരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ തന്നെ അത് കാണാണ്ടായി പോയി. എന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ കർത്ത വീണ് പോയി, തട വീണ് പോയി. അല്ലാഹുവേ, ആ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അതാണ് ബഹുമാനപ്പെട്ട ഈ മുഫസ്സിരീങ്ങള് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹദീസ് കൊണ്ടുവരുന്നു. സ്വർഗത്തിന്റെ ഏത് പഴം നീ എടുത്താലും, സ്വർഗത്തിന്റെ ഏത് പഴം നീ മുറിച്ചെടുത്താലും ഇല്ല, അല്ലാഹു തആല സ്ഥലത്ത് മറ്റൊരു പഴത്തെ ബദലാക്കി കൊണ്ടുവരും. നീ എടുക്കേണ്ട താമസം അപ്പോൾ തന്നെ ആ സ്ഥലത്ത് മറ്റൊരു പഴത്തെ, മറ്റൊരു ഫ്രൂട്ട്സിനെ അല്ലാഹു തആല കൊണ്ടുവരും. അല്ലാഹുവേ, ആ സ്വർഗത്തിലെത്താൻ, ആ പഴങ്ങൾ തിന്ന് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. വഫുറുശിം മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അസ്റാബാ. ഇൻഷാ അല്ലാഹ് നാളെ ആ സ്വർഗത്തിൽ
ഉന്നതമായ നല്ല വിലമതിച്ച വിരിപ്പുകളുണ്ട്, ഫിറാഷുകളുണ്ട് എന്നുള്ള വിഷയം. അതേപോലെ സ്വർഗത്തിൽ എത്തിയാൽ ഹൂറുൽ ഈനിങ്ങളായ പെണ്ണുങ്ങളാണോ ഏറ്റവും ഉത്തമന്മാർ, അല്ല ദുനിയാവിന്റെ പെണ്ണുങ്ങളാണോ എന്ന് നാളത്തെ ക്ലാസ്സിൽ ഒരുപാട് ഹദീസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അർഹമുർ-റാഹിമായ തമ്പുരാൻ അല്ലാഹു അതിനെല്ലാം എളുപ്പം ചെയ്യുമാറാകട്ടെ. ആ ഇൽമു പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതുപോലെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹുവിനെ ഭാഗ്യം തരണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد أرحم الراحمين. അല്ലാഹ് ഈ ഒരു ഹദീസിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും, ഈ ഒരു ഹദീസ് കേട്ടതിന്റെ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ദോഷങ്ങളെ എല്ലാം കഴുകി ശുദ്ധിയാക്കി ആ സ്വർഗത്തിൽ എത്താൻ ഞങ്ങൾക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കള്, കുടുംബങ്ങള്, ഉസ്താദുമാർ, നമുക്ക് സഹായിച്ചവർ, സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനേ. ഒരാളെ മുമ്പിലും നീ ഫളീഹത്താക്കല്ല റഹ്മാനേ, ഒരാളെ മുമ്പിലും നീ ഐബാക്കല്ല റഹ്മാനേ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ ചങ്ങായിമാർക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആര് കൈവിട്ടാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടല്ല റഹ്മാനെ. നീ ഞങ്ങളെ കുറവാക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിന്, ഞങ്ങളെ കച്ചവടത്തിന്, ഞങ്ങളെ ഏർപ്പാടിന്, ഞങ്ങളെ പ്രവർത്തി ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങളെ തീർക്കണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.